ജീവിതത്തെ കേവലം പുറത്തുനിന്ന് മാറ്റുന്നതിനെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഉള്ളിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ധനുവിലെ വിശാഖം. ഈ 25-കാരി 26-ാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ഇത്രയും വർഷത്തിൽ നിനക്കായി നീ എന്താണ് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നായിരിക്കും എൻ്റെ മറുപടി. അതുകൊണ്ട് പുതിയൊരു യാത്രയുടെ തുടക്കമാക്കാം ഇത്. അല്ല, എന്നോടൊപ്പം നിങ്ങൾക്കും കൂടാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളോടേതായിട്ട് ഏറ്റെടുക്കാവുന്നതുമാണ്. ഈ വർഷം, അതായത് 2026, ഈ വർഷം നിങ്ങളുടെ ജീവിതം മാറട്ടെ. ഈ മാറ്റം വെറുമൊരു പണമോ പ്രശസ്തിയോ നേടിയുള്ള പുറമോടി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സ്വപ്നങ്ങളെ പുറത്തെടുക്കുന്ന ഒരു മാറ്റമാകട്ടെ ഇത്. അതിലേക്ക് ചുവട് വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതിലുള്ളതാണ് ആദ്യത്തെ കാര്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. അത് എങ്ങനത്തെ സ്വപ്നങ്ങളാണെന്നറിയോ? നിങ്ങളെപ്പോഴും രഹസ്യമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ വർഷം യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. അത് മറ്റാരെങ്കിലും പറഞ്ഞു തന്ന പാതയല്ല, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറഞ്ഞു തരുന്ന പാതയാകണം. പിന്നെ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്, അതാദ്യം തിരിച്ചറിയണം. ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ പുസ്തകത്തിലെ വാക്കുകൾക്കോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. യഥാർത്ഥ മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ്. പുതിയ സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നമ്മളുടെ മുമ്പിൽ എപ്പോഴും ശരിയെന്ന് തോന്നുന്ന 2 വഴികൾക്കപ്പുറം, മനസ്സിലാക്കണം, 2 വഴികൾക്കപ്പുറം നിങ്ങൾ ഇതുവരെ കാണാത്ത മൂന്നാമതൊരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിയുക. പിന്നത്തെ കാര്യമാണ് ഭയം മാറ്റിവെക്കുക എന്നുള്ളത്. സ്വന്തം മനസ്സിനുള്ളിലേക്ക് നോക്കാൻ പേടിക്കരുത്. നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ ജീവിതത്തിലേക്ക് ധൈര്യത്തോടെ ചുവടുവെക്കുക. ലളിതമായ ജീവിതം, അതായത് നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആത്മാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജീവിതത്തിലെ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ സംഭവിക്കാൻ തുടങ്ങും. പ്രധാനപ്പെട്ട നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ സ്വപ്നം വീണ്ടും കേൾക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം എനിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾക്കും. താങ്ക് യു.